ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ ഇനി നമ്മളെ വീഡിയോയിൽ ഇവർ വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ വെക്കേഷൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 ദിവസത്തെ ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാലും നമ്മൾ എങ്ങോട്ട് പോയി, എന്തിനു പോയി എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട്, ഇനി ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോണത് ബിജാദിക്കാണ് പോണത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ബിജാദിയിൽ മുന്നേ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കണ്ടതാണ് കേട്ടോ. കാരണം ഒരു ഫുൾ വ്ളോഗിന് നമ്മൾ ഇട്ടിട്ടുണ്ട് ബിജാദിയിലൊക്കെ പോണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിങ്ങനെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു ഭാഗം എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് പോയ യാത്രയാണ്. ഇതൊരു ദിവസത്തെയാണ്, വ്യാഴാഴ്ചത്തെയാണ്. ഇത് പിറ്റത്തെ ദിവസം പോണതും, അങ്ങനെ 2 ദിവസങ്ങളിലായിട്ട് പോണത് ഉള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബാവൻ്റെ ഉപ്പാൻ്റെ ഖബറങ്ങൾക്ക് പോയതാണ് ബിജാദിയിൽ. അപ്പോൾ നമ്മളെ കൂടെ ഷഫീഖാക്കിയും സഫീനയും ഫാമിലി ഓരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാവക്കാക്കിയും ഫാമിലി ഇല്ല, കാരണം എന്താ വെച്ചാൽ ഒരു മക്കത്ത് പോയതാണ്. ഇപ്പോൾ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ, സൗദിയിൽ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തതുകൊണ്ട് എല്ലാവരും വെക്കേഷന് നാട്ടിലേക്ക് പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും നാട്ടിലേക്ക് പോകാൻ നിൽക്കണം. ഈ മാസം ലാസ്റ്റ് ഇവരും പോവും, ബാവക്കാക്കിയും ടീമും ഓരും പോകും കേട്ടോ. നമ്മൾ അടുത്ത മാസമാണ് നമ്മൾ വിസ തരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊന്ന് അവിടെ ഖബറിങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളും അങ്ങനെ കേസൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഖബർ സിയാറത്ത് ചെയ്യുക വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ നമ്മളെ കൂടെ അവർ വന്നതാണ് കേട്ടോ. നമ്മൾ റിയാദിൽ നിന്ന് ഒരു 4-4.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട് കേട്ടോ ബിജാദിക്ക്. അപ്പോൾ രാവിലെ പോയി വൈകുന്നേരം ആവും തിരിച്ചെത്തുമ്പോൾ. പോരുന്ന വഴിക്കൊരു പാർക്ക് ഉണ്ടായിരുന്നു, ഹുറൈമല പറഞ്ഞിട്ട്. നമ്മൾ സാധാരണ അവിടെ കയറലുണ്ട്, വലിയൊരു പാർക്കാണ്. അപ്പോൾ അവിടെയും കൂടി കയറി പിന്നെ നമ്മളവിടെ കുറച്ച് നേരം മക്കളൊക്കെ കളിച്ചൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വരിക കേട്ടോ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു. പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ നമ്മൾ സ്ട്രോബെറി ഫാം പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. റിയാദിലെ തന്നെ ബ്യൂട്ടിഫുൾ പ്ലേസായ അമ്മാരി എന്ന സ്ഥലത്താണ് കേട്ടോ ഈ സ്ട്രോബെറി ഫാം ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. സ്ട്രോബെറി ഫാമൊക്കെ അല്ലേ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഫിലിമൊക്കെ ഒറ്റ നിർബന്ധമായിരുന്നു റെഡ് തന്നെ ഇടണമെന്ന്. അങ്ങനെയാണ് റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് മക്കളൊക്കെ 3 ഇട്ടിട്ടുള്ളത്. നമ്മളെ കൂടെ ഈ യാത്രയിലും ഷഫീഖാക്കി സഫീനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മൾ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാവക്കാക്കി ഫാമിലി ഇല്ല, അവർ ഉംറ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്, മക്കത്തൊക്കെ പോയി എത്തിയിട്ടുണ്ട് കേട്ടോ, തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അത് ക്ഷീണം കാരണം ഇവിടെ നല്ല റിയാദിൽ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഒക്കെ കാരണം അവർ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ റൂമിൽ. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ഈ വീഡിയോയിലും ഇല്ല. അവർക്ക് പിന്നെ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബാവക്കാക്കിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ അവർ അതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ വീഡിയോയിലില്ലാത്തത്. ഇനി നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം അവർ എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇൻഷാ അല്ലാഹ്. പറഞ്ഞ് ഏതായാലും നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മാരി റിയാദിലെ തന്നെ അമ്മാരി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പ്ലേസ് ഉള്ളത്. ഇത് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ ആളുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ. അത്ര തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരമാണ് വന്നത്. റിയാദിലിപ്പോൾ ചൂട് ഭയങ്കര ചൂടാണ്. പിന്നെ നിച്ചുട്ടന് ഓൾറെഡി പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നൊക്കെ ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയിട്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വലിയൊരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത്, ഫാം ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ, 20 റിയാലിൻ്റെ ചെറിയൊരു ഫീ ഉണ്ട്. അതിന് കാണാനുള്ളതും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതായി വരുന്നുള്ളൂ. ഫാമിലുള്ള കുറച്ച് ആടുകളായാലും ചെമ്മരിയാടുകളും ആടുകളും ഒട്ടകങ്ങളും മയിലുകൾ അങ്ങനെ
കുറച്ച് നമുക്ക് മക്കൾക്ക് കാണാനും അങ്ങനെയൊക്കെ രസത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ കയറിയാൽ അവിടെ എത്ര വേണമെങ്കിലും നമുക്ക് 30 റിയാലിൻ്റെ ഒരു ബോക്സിന് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കയ്യിൽ പറിച്ചെടുക്കാം, നമുക്ക് കഴിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിൽ ഇതൊക്കെ നമുക്ക് ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിവിടെ മയിലുണ്ട്, അപ്പോൾ അതിൻ്റെ മയിൽപ്പീലിയാണ് കേട്ടോ അങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നത്. അവർ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അതേപോലെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ മയിൽപ്പീലി കിട്ടിയാൽ അത് അത്രയും സൂക്ഷിച്ച് വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലൊക്കെ. അപ്പോൾ അതിങ്ങനെ ഇവിടെ വേസ്റ്റിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം. പിന്നെ ഇത് വലിയൊരു ഒട്ടകമാണ് കേട്ടോ. ഇതൊക്കെ അവിടെ ഉണ്ട് കുതിരൊട്ടകം. വിളിച്ച് നമ്മൾ ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, നമ്മൾ കൂടെ ഉള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ എത്താനായിട്ടുണ്ട് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആദ്യമോള് ഇതാ വന്ന് നേരെ ഫിനിമോളെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ. അതൊരു ഈ ഇത്രയും വലിയ ഫാമിൻ്റെ ഉള്ളിൽ അത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് സ്ട്രോബെറി ഫാം. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു കൂളിംഗാണ്. അത്രയും സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അതിനെ. സ്ട്രോബെറി ഫാമൊക്കെ കയറുന്ന എൻട്രിയിൽ തന്നെ അവർ നമ്മളെ കയ്യിലൊരു ബോക്സ് തരും കേട്ടോ. ആ ബോക്സിൽ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അത് പറിച്ചെടുത്ത് നമ്മൾ കഴിക്കുകയും ചെയ്യുക, പറിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊണ്ട് ചെല്ലുന്നതിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഒരു ബോക്സിന് 30 റിയാൽ അങ്ങനെയാണ് കേട്ടോ സംഭവം വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം. പിന്നെ അത് വേറൊരു ബോക്സ് ആക്കി തരും. അപ്പോൾ അതിന് വേറെ ഫീ കൊടുക്കണം, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രോബെറിയാണ്, അതിൻ്റെ ഇടയിൽ വലുതും ഉണ്ട്. പക്ഷേ നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഷെയ്ക്കായി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിയാദിൽ പബ്ലിക് പ്ലേസിൽ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല കേട്ടോ, ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അത്രയും മറ്റുള്ളവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അത്ര പേടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് വീഡിയോ എടുക്കണം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമ്മൾ ഈ ചെറിയ വീഡിയോ കൊണ്ട് ലൈസൻസ് എടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പ്രയാസങ്ങളും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇത് അവിടുന്ന് ജ്യൂസ് കിട്ടുന്നതാണ് കേട്ടോ. ഇതവിടെ ജ്യൂസ് അടിച്ചാൽ ഇത് ഇവിടുന്ന് തന്നെ പറിച്ചെടുത്തിട്ട് ഇവിടുന്ന് നല്ല ഓർഗാനിക് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ അതും അല്ലെങ്കിൽ നോർമൽ ചെയ്യുന്ന പോലെ നല്ല മരുന്നടിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല ഇവിടുന്ന് തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വാങ്ങും, നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം, നമുക്ക് തന്നെ കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ജ്യൂസും അവിടുന്ന് നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവർ പറിച്ചെടുത്ത് അവർ നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ജ്യൂസ്. പിന്നെ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മക്കളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ അവർ എൻജോയ് ചെയ്ത് പറിച്ചിട്ടും അത് കഴിച്ചിട്ടും ഒക്കെ അങ്ങനെ സാവധാനം അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയായിരുന്നു. പിന്നെ തെർമോ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സാവധാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് നടന്ന് ഒക്കെ കണ്ടൊക്കെ ഇറങ്ങി സംഭവങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് രണ്ട് ബോക്സും പിന്നെ സ്ട്രോബെറി ജ്യൂസിൻ്റെ ഗ്ലാസ്സിലും ഒക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നു. ബോക്സിനുള്ള ഫീ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ മക്കളെ കയ്യിലും എൻ്റെ കയ്യിലും ബാവൻ്റെ കയ്യിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരായിട്ട് ചെയ്തത്. നല്ല വൈകുന്നേരമായും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ആളുകളൊക്കെ കുറവുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടും അവരങ്ങനെ തന്നു കേട്ടോ. മക്കളെ കയ്യിലും എല്ലാവരുടെ കയ്യിലും കണ്ടപ്പോൾ അവർ തിരിച്ചു വാങ്ങിച്ചൊന്നുമില്ല, അവർ നമുക്കത് ഫ്രീ ആയിട്ട് തന്നു. അതുകൊണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി അവിടുന്ന് പറിച്ചെടുത്തതും അല്ലാതെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറച്ച് നേരം നമ്മൾ നടന്ന് ബാങ്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ.
നമ്മൾ ഇവിടെയൊക്കെ സൗദിയിലൊരു പാർക്കൊക്കെ ഇവനൊരു പാർക്കൊക്കെ വന്നാൽ പോലും അവിടെ എല്ലാ അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാവും കേട്ടോ. അത് പ്രോപ്പർ നല്ല കണ്ടീഷനിലും ആയിരിക്കും. അങ്ങനെ വേണമെന്ന് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. നേരം ഒരുപാടായതുകൊണ്ട് തന്നെ ആളുകളൊന്നുമില്ല. പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇവർ സൗദികൾ നല്ല ചൂടായാലും നല്ല തണുപ്പായാലും നല്ല മഴ ആയാലും ഒന്നും ഇവർ പുറത്തിറങ്ങൂല കേട്ടോ. ഇവരങ്ങനെയാണ്, ഇവരൊരു പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആളുകളിപ്പോൾ കുറവായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്ത് നമ്മൾ പോന്നപ്പോഴേ ഒരു ടൈം ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോരാൻ നേരത്ത് കുറേ ആൾക്കാർ അങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് തണുപ്പ് കാലത്തേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് മാസം കൂടി കഴിഞ്ഞ് അവിടെ തണുപ്പായി തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വരുന്നതുള്ളൂ. ഞാൻ പറയാം, ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളല്ലോ ഈ പാർക്കായാലും ഫാമായാലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ടെൻറ്റുകളും കാര്യങ്ങളും പിന്നെ അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആ ലൈറ്റുകളും ചൂടുള്ള ബൾബുകളും വാം ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഫയറിങ്ങിനുള്ളതും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ ചായ കോഫിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളും പിന്നെ ഐസ്ക്രീമോ അങ്ങനെ മക്കൾക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള ഭാഗത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തു വെച്ചിട്ട് അവർ നല്ല അത്യാവശ്യം നമ്മളവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർ നല്ല കളിയിലായിരുന്നു. ഒരു കിൻഡർ ഗാർഡൻ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഫാമിലീസാണ് കൂടുതൽ അങ്ങോട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളവിടെ ഇരുന്നാലും മക്കൾക്ക് അവിടെ നല്ല എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. സ്ട്രോബെറി ഫാമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോണ വഴികളായാലും ഞാനൊന്നും ഒരിക്കലും കാണുമെന്ന് വിചാരിച്ച സ്ഥലമല്ല ഇതൊന്നും. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു ലൈറ്റുകളായാൽ പോലും അത്രയും നമ്മളൊരു സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ച് നോക്കിയതൊക്കെ അത്രയും സ്പെഷ്യലായിരിക്കും കേട്ടോ. നമ്മൾ നേരെ പോണത് സഫിനാൻ്റെ റൂമിലേക്കാണ് കേട്ടോ. ആദിമോളൊക്കെ റൂമിലേക്കാണ് പോകുന്നത്. ആദിമോൾ ഞങ്ങളെ വണ്ടിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല കളിയിലാണ്. അപ്പോൾ അവളെ റൂമിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ പോയേ തീരൂ. അപ്പോൾ അവിടെ പോയി അങ്ങനെ അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, അവിടെയും കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെ റൂമിലേക്ക് തിരിച്ച് പോണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളാണ് നമ്മുടെ വിജയം. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതൊക്കെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സ്ട്രോബെറീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.